മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി ഇന്ന് വീണ്ടും EDയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ മുന്നിൽ ഹാജരായിരിക്കുന്നു. രണ്ടാമത്തെ തവണയാണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ തവണയാണ് ചോദ്യം ചെയ്യുന്ന എത്തിയിരിക്കുന്നത്. കൊച്ചിയിലെ ED ഓഫീസിൽ ഇന്ന് രാവിലെ 10:30 ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ്ടും അതായത് ആദ്യത്തെ ഒരു ചോദ്യം ചെയ്യൽ 9 മണിക്കൂർ എങ്ങാണ്ട് 9.5 മണിക്കൂർ നീണ്ടു നിന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും വിളിച്ചിരിക്കുന്നു. ഇന്നിപ്പോ എത്ര നേരം ഉണ്ടാവും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഇപ്പൊ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ SFIO നൽകിയ രേഖകൾ നൽകി, അതായത് EDക്ക് SFIO രേഖകൾ സമർപ്പിച്ചതിന് പിന്നാലെയാണ് വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നത്. 29-ാം തീയതി വിളിപ്പിക്കുമെന്നാണ് പറഞ്ഞതാണ്. പക്ഷെ അത്ര പെട്ടെന്ന് വിളിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം അപ്പോൾ അതൊരു നിർണായകം ചോദ്യം ചെയ്യലായി ഇന്നത്തെ ഇത് മാറുമെന്നല്ലേ തോന്നുന്നത്? തീർച്ചയായും ED വിഷയത്തിൽ അല്ലെങ്കിൽ EDയുടെ കയ്യിൽ നിന്ന് വീണയ്ക്ക് ഊരിപ്പോകാത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് പിണറായി വിജയനും നന്നായിട്ട് അറിയാം, വീണ വിജയനും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ED ഇതിനു മുൻപ് വീണ വിജയനെ ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം റെയ്ഡ് നടത്തുകയാണ് ഉണ്ടായത്. നമ്മൾ കണ്ടതാണ്. ഒരു ED പോലെ ഒരു കേന്ദ്ര ഏജൻസി, അല്ലെങ്കിൽ ED പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്ന ഏജൻസി ആണെന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. എന്നാൽ പോലും ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ബിനീഷ് കോടിയേരിയുടെ വിഷയം വരുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ എടുത്തൊരു നിലപാട്, വീണ വിജയന്റെ ഇവിടെ റെയ്ഡ് നടക്കുമ്പോൾ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സംഘർഷം, പ്രതിഷേധം എന്ന് തന്നെ പറയാൻ കഴിയില്ല, സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. അത് കഴിഞ്ഞ് 9.5 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വാതുറന്ന ഒരക്ഷരം വീണ വിജയൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നമുക്ക് സാധാരണ SIT പോലെ അല്ല. EDയുടെ വിവരങ്ങൾ അത്ര എളുപ്പത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് ആർക്കും കിട്ടാനുള്ള സാധ്യതയില്ല. SIT പോലെ വളരെ പെട്ടെന്ന് അറസ്റ്റിലേക്ക് പോകുന്ന ഒരു നിലപാടും SIT പോലെ അല്ല ED എന്ന് പറയുന്നത് വളരെ സമയമെടുത്ത് ചോദ്യം ചെയ്യുകയും പരമാവധി രേഖകളും തെളിവുകളും കയ്യിൽ ആക്കുകയും അല്ലെങ്കിൽ ശേഖരിക്കുകയും ചെയ്തതിനു ശേഷം അവസാന ഘട്ടത്തിലായിരിക്കും ഈ പറയുന്ന അറസ്റ്റിലേക്ക് പോകുക. അതിനൊക്കെ മുമ്പ് തന്നെ ഇപ്പൊ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നു. കേസ് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരെ കൂടി ചോദ്യം ചെയ്യും. മറ്റുള്ളവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CMRലുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവരെല്ലാം ഒരുമിച്ചിരുത്തിയൊരു ചോദ്യം ചെയ്യലുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമോ ഇല്ലയോ എന്നൊരു ചോദ്യമുള്ളത്. 29-ാം തീയതി ഹാജരാകണം. രണ്ടാം ചോദ്യം ചെയ്യലിന് 29-ാം തീയതി ഹാജരാകണം എന്നാണ് പറയുന്നത്. ഒന്നാം ചോദ്യം ചെയ്യലിന് ആദ്യം ഹാജരാകാൻ പറയുമ്പോൾ തനിക്ക് സുഖമില്ല എന്ന് പറയുകയും മാറ്റിവെക്കുകയും, എന്നാൽ ഒരുപാട് ദിവസത്തെ ഒരു മാറ്റിവെക്കലൊന്നും ഉണ്ടായില്ല. വീണ്ടും നോട്ടീസ് നൽകുകയും അന്ന് ഹാജരാകും. 9.5 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു. തൊട്ടു പിന്നാലെയാണ് ബാങ്ക് ലോക്കറുകളിലേക്ക്. ആദ്യം നമുക്കറിയാം അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയുണ്ടായി, മൊബൈൽ ഫോൺ പിടിച്ചെടുക്കണ്ടായി. പിന്നീട് ബാങ്ക് ലോക്കർ പരിശോധിച്ചു. അതിന്റെ അകത്ത് ഏറ്റവും സംശയമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അന്ന് വളരെ പുച്ഛത്തോടു കൂടിയും വളരെ പരിഹാസത്തോടു കൂടിയുമാണ് പിണറായി വിജയൻ ബാങ്ക് ലോക്കർ പരിശോധിച്ച ദിവസം മാധ്യമങ്ങളോട് മറുപടി പറയുന്നത്. ഒരിക്കലും ED പോലൊരു അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ വീണ വിജയൻ ഒരിക്കലും അത്തരം ഒരു കാര്യം അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും തെളിവുകൾ ഒരിക്കലും ലോക്കറിൽ സൂക്ഷിക്കില്ല. പിന്നെ എന്തിനാണ് ലോക്കർ പരിശോധനയിലേക്ക് ED പോയെന്നൊരു ചോദ്യമുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് തെളിവുകൾ കിട്ടിയോ എന്നൊരു ചോദ്യമുണ്ട്. 29-ാം തീയതി ഹാജരാകാൻ പറഞ്ഞിരുന്ന വിഷയത്തിൽ ഇന്നലെ രേഖകൾ കിട്ടുന്നു. ഇന്ന് വീണ്ടും ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളത് അത് നിർണായകമായിരിക്കും. പക്ഷെ ഒറ്റയടിക്ക് അറസ്റ്റിലേക്ക് പോകില്ല. വീണ വിജയനെ എല്ലാ രീതിയിലും പൂട്ടാനുള്ള വകുപ്പ് ED ഉണ്ടാക്കുന്ന അവരുടെ ബാങ്ക് ലോക്കർ പരിശോധിക്കുകയുണ്ടായിരുന്നു. അതിൽ അങ്ങനെ അവിടെ എന്തെങ്കിലും രേഖകളുണ്ടോ? പക്ഷെ അങ്ങനെ രേഖകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ബാങ്ക് ലോക്കറിൽ ഈ രേഖകളൊക്കെ കൊണ്ടുവെക്കുന്ന അത്ര ഒരു അവർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും ഇന്നത്തെ ചോദ്യം ചെയ്യലിനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒന്നും ഒരു പ്രതിഷേധവും ഒന്നും ആയിട്ട് വീണ്ടും CPM വന്നില്ല. അതൊക്കെ നിർത്തി. കാരണം എന്താ വെച്ചാൽ അന്നത്തെ ഒരു സംഭവത്തോടു കൂടി തന്നെ നിരവധി പേർ ജാമ്യം കൊല്ലിട്ട് അവർ അകത്ത് കിടക്കേണ്ട അവസാനം എപ്പോൾ ജാമ്യം കിട്ടുമോ എന്നുള്ള സംശയമാണ്. ഒരാൾ പുറത്തേക്ക് കണ്ട് രക്ഷപ്പെടുക, വിദേശത്തേക്ക് കടന്നു എന്നൊക്കെ ഇന്നലെ വാർത്തകൾ കണ്ടു. എന്തായാലും ഇതിനുശേഷം CPM എന്തായാലും വീണ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ അതിന് ഈ ചോദ്യം ചെയ്യലിനെ കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. അത് ഈ ചോദ്യം ചെയ്യലിനെ സംബന്ധിച്ച് TP രാമകൃഷ്ണൻ ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു പ്രതികരണം നടത്തിയത്, ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ്, അതിനകത്ത് CPM ഇടപെടേണ്ട ആവശ്യമില്ല, പിണറായി വിജയനെ വലിച്ചിടേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ മറുവശത്ത് ഒരു തരത്തിലും CPMന് വീണ വിജയനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ കാര്യം CPMുമായി വ്യക്തമായി, CPMന്റെ MLA ആയിരുന്നില്ല, അല്ലെങ്കിൽ CPMുമായി വ്യക്തമായി യാതൊരുവിധ ബന്ധവും വീണ വിജയനില്ല. അതുകൊണ്ട് തന്നെ CPMന് വീണ വിജയനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മറുവശത്ത് ഒരു ചോദ്യമുണ്ട്. റെയ്ഡ് നടത്തുമ്പോൾ ഇത്രയും വലിയ സംഘർഷം ഉണ്ടാക്കിയതിനു ശേഷം പിണറായി വിജയൻ പുറത്തേക്ക് വന്ന് പറഞ്ഞത് എന്നെ ചോദ്യം ചെയ്തിട്ടില്ല, എനിക്കിതിൽ ബന്ധമില്ല, വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസാണ് എന്ന് പറയുമ്പോൾ അത് CPMന്റെ മുഖത്തായിട്ട് അടി തന്നെയാണ്. അല്ലെങ്കിൽ അവർ എന്തിനു വേണ്ടിയാണ് ഇത്രയും സമരങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ സംഘർഷം നടത്തുന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് CPM പ്രതിരോധം നിർത്താൻ സാധ്യത ഉണ്ടായത് ഒരുപക്ഷെ ഈ വീണ വിജയനെതിരെ
വ്യക്തമായ തെളിവുകളുണ്ടെന്നും ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ട് ആയതുകൊണ്ടാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ചിലപ്പോ ഒരു പരിധിവരെ അതുമായിരിക്കാം. കാര്യം CPM-കാർക്ക് തന്നെ ഒരു ബോധ്യമുണ്ടാകും എന്തിനു വേണ്ടിയാണ് പാർട്ടിയെ ബലി കൊടുക്കുന്നത്. പാർട്ടിയെ ബലി കൊടുത്ത് മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവിന്റെ മകളെ സംരക്ഷിക്കേണ്ട ആവശ്യം പാർട്ടിക്കുണ്ടോ? പിന്നെ എടുത്തു പറയേണ്ട ഒരു നിലപാടെന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് തന്റെ മകന് നേരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ തന്റെ മകന് നേരെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടി ജീവൻ കൊടുത്തൊന്നും അവനെ രക്ഷിക്കേണ്ട ആവശ്യമില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ, അനുഭവിക്കട്ടെ. എന്തുകൊണ്ട് പിണറായി വിജയൻ അത്തരം ഒരു നിലപാട് എടുക്കുന്നില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ അത് പാർട്ടി രണ്ട് കമ്പനികൾ നിലപാട് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അന്നുണ്ടായ പ്രതിഷേധം പിണറായി വിജയൻ അറിയാതൊന്നും ആവാൻ സാധ്യതയില്ല. എന്തായാലും പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെയായിരിക്കും പ്രതിഷേധം നടന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ്, അതിലേക്ക് CPM-നെയോ പിണറായി വിജയനോ ഇടേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ കേരള പൊതുസമൂഹത്തിന് അറിയേണ്ടത് രണ്ട് കമ്പനികൾ തമ്മിൽ എന്ത് ഇടപാട് നടത്തി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. അവിടെ എന്ത് ഇടപാട് നടന്നാലും അത് കേരളത്തിലെ ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ പറയുന്ന വീണ വിജയൻ പൈസ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും അതും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കില്ല. പക്ഷെ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമുണ്ട്. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അച്ഛൻ മുഖ്യമന്ത്രി ആയിരുന്നതിന്റെ പേരിലാണോ ഇത്തരം കൈമാറ്റങ്ങൾ നടത്തിയത്, അല്ലെങ്കിൽ അച്ഛന്റെ അധികാര സ്ഥാനത്തെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ പിണറായി വിജയനും ഉത്തരം പറയണം, വീണ വിജയനും കേരളത്തിലെ പൊതുസമൂഹത്തിനും ഉത്തരം പറയണം. ഇതിന്റെ അകത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിക്ക് പങ്കില്ല. വീണ വിജയൻ എന്ന വ്യക്തിക്ക് മാത്രമാണ് പങ്കുള്ളതെങ്കിൽ കേരള പൊതുസമൂഹത്തിന് മുന്നിൽ CPM-ഉം ഉത്തരം പറയേണ്ട, പിണറായി വിജയനും ഉത്തരം പറയേണ്ട, വീണ വിജയനും ഉത്തരം പറയേണ്ട ബാധ്യതയില്ല. കാര്യം അത്തരത്തിൽ പല കേസുകൾ ഉണ്ടാകും. മറിച്ച് സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ച് മുഖ്യമന്ത്രി എന്ന അധികാരത്തിലിരുന്നുകൊണ്ട് മകൾ പണം വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പറ്റിച്ചിട്ടുണ്ട് എങ്കിൽ ഉത്തരം പറയേണ്ട ബാധ്യത പിണറായി വിജയനുമുണ്ട്, CPM-നുമുണ്ട്. അതിപ്പോ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യം എന്നൊന്നും പറഞ്ഞാൽ ആർക്കും ഒഴിയാക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് എക്സാലോജിക് എന്നുള്ള ഒരു കമ്പനി വീണ വിജയനെ ഇങ്ങനെ ഒരു ചെറിയ ഒരു തട്ടിക്കൂട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് കൂടിയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചർച്ചകൾ വരുന്നത്. വിശകലനം അങ്ങനെയൊക്കെയാണ് വരുന്നതല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇത് സാധ്യതകളും കൂടി ED പരിശോധിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിനൊരു കാര്യമുണ്ട്. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ദിവസം വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, 9.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്നു. ഇനി രണ്ടാമത് പിന്നെ അതിനുശേഷം ലോക്കറുകൾ പരിശോധിക്കുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും വിളിപ്പിക്കുന്നു, നൽകിയ ദിവസത്തെക്കാളും നേരത്തെ വിളിപ്പിക്കുന്നു. അതായത് ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയൊരു സംഭവം ഇതിന്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ വീണയുടെ കേസിൽ കാര്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഇത് വീണ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇത് കാണുന്നവർക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ തോന്നുമായിരിക്കും. ഇതൊക്കെ ചെയ്താലും ഇവിടെ കേരളത്തിൽ ED വരുന്ന് പരിശോധിക്കാനും ചോദ്യം ചെയ്യാനും തുടങ്ങിയിട്ട് എത്ര കാലമായി? ആരെയൊക്കെ ഇവിടെ ചോദ്യം ചെയ്തു? പല നേതാക്കളെ ഇതിനു മുമ്പും ചോദ്യം ചെയ്തു. എന്നിട്ട് ഇപ്പൊ എന്താണ് ഉണ്ടായത്? ഏതെങ്കിലും ഒരാളുടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കേസ് മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഒരു ചർച്ചയാവും. അതാ ഞാൻ പറഞ്ഞത്, ED എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസിയുടെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. ഈ പറയുന്ന പിണറായി വിജയനുമായി ബന്ധപ്പെട്ട്, പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും ED വന്നിട്ടുണ്ട് കേരളത്തിൽ പലതവണ. ED കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും BJP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് കോൺഗ്രസ് പോലും മുൻപ് പറഞ്ഞിട്ടുണ്ട്, BJPക്ക് രാഷ്ട്രീയമായ എതിർപ്പുള്ള പാർട്ടികളെയും മുന്നണികളെയും വ്യക്തികളെയും ചൂഷണം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻസിയാണ് ED എന്ന് പറയുന്നത്. അതിപ്പോ പിണറായി വിജയന്റെ മകളുടെ കാര്യം വരുമ്പോൾ മാറ്റേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയപ്പെടണം. പിന്നെ ഉള്ള ഒരു കാര്യം, ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ പോലും AKG സെന്ററിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും, അല്ലെങ്കിൽ AKG സെന്ററിൽ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. എന്തായാലും ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു തട്ടിക്കൂട്ട് കമ്പനിക്ക് ഇത്രയും വലിയ തുക നൽകിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിന്റെ പേരിലാണ് എന്ന് തെളിയിക്കാൻ പക്ഷെ വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ EDക്ക് ഇതുവരെ കിട്ടിയ കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ED പോലും പുറത്തു വിട്ടിട്ടില്ല. പല കാര്യങ്ങളും നമ്മൾ അറിയുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ED പുറത്തേക്ക് വിടുന്ന വിവരങ്ങൾ എത്രത്തോളം നിർണായകമാണ് എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും വെറുതെ ഒരു തെളിവുമില്ലാതെ 9.5 മണിക്കൂർ ചോദ്യം ചെയ്യില്ല, അടുത്ത ദിവസം ലോക്കറുകൾ പരിശോധിക്കില്ല, 29-ാം തീയതി ഹാജരാകാൻ പറഞ്ഞ വീണയോട് ഇത്രയും നേരത്തെ അല്ലെങ്കിൽ 3-4 ദിവസം മുന്നേ ഹാജരാകാൻ പറയില്ല. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയമായി കളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ CPM ഉത്തരം പറയേണ്ട കാര്യം വരും. പിന്നെ ഇതിന്റെ അകത്തൊരു കാര്യമുള്ളത്, രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പിണറായി വിജയനെ വലിച്ചിടേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് എന്തിനു പറയുന്നു എന്നാണെങ്കിൽ എന്തിന്റെ പേരിലായിരുന്നു CPM ഇത്രയും വലിയ പ്രതിഷേധം? പിണറായി വിജയനെ അന്നും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യം വീണയെ ചോദ്യം ചെയ്ത, അല്ലെങ്കിൽ വീണയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ എന്തിന്റെ പേരിലാണ് CPM ഇത്രയും വലിയൊരു പ്രതിഷേധമെന്നല്ല സംഘർഷം നടത്തിയത്? അത് രാഷ്ട്രീയമായി പരാജയപ്പെട്ടിരിക്കുന്ന CPM-ന്റെ രാഷ്ട്രീയമായി തിരിച്ചു വരാനുള്ള നാടകമായിരുന്നോ, അതോ പിണറായി വിജയന്റെ മകൾക്ക് പിണറായി വിജയൻ പറഞ്ഞിട്ട് കൊടുത്ത സംരക്ഷണമായിരുന്നു എന്നുള്ളതിന് മുതിർന്ന നേതാക്കൾ ഉത്തരം പറയേണ്ടി വരും.